Alhamdulillah Rabbil Alameen. Assalatu wassalamu ala rasulihil ameen wa ala alihi wa sahbihi ajma'in. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നമ്മിൽ ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ഡയലോഗ് സെന്റർ കേരള സംഘടിപ്പിച്ച ദിശ ഇസ്ലാമിക് എക്സിബിഷന്റെ സമാപന സന്ദർഭത്തിലാണ് നാം എല്ലാം ഉള്ളത്. സമാപന സമ്മേളനം ഇതോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ദിശ ഇസ്ലാമിക് എക്സിബിഷൻ നേരത്തെ കോട്ടയത്തും അതിനുശേഷം തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിലും നടത്തുകയുണ്ടായി. ഈ എക്സിബിഷൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ നീട്ടി വെക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇത് ഇന്ന് അവസാനിക്കുകയാണ്. ധാരാളം പേര് സന്ദർശിക്കുകയും നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട് ധാരാളം സവിശേഷതകളുള്ള നാടാണ്. അതിൽ സുപ്രധാനമായത് അതിന്റെ ബഹുസ്വരതയാണ്. വിവിധ മതങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ എന്നിവയുടെ സംഗമ ഭൂമിയാണ് ഇന്ത്യ. അതിനാൽ രാജ്യത്തിന്റെയും ജനതയുടെയും ആരോഗ്യകരമായ നിലനിൽപ്പും പുരോഗതിയും സാധ്യമാകണമെങ്കിൽ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും സഹകരണവും സൗഹാർദ്ദവും ഉണ്ടാവുകയും വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. പരസ്പരം അടുത്തറിയുന്നതിലൂടെ മാത്രമാണ് അത് പ്രായോഗികവും ഫലപ്രദവും ആവുക. വസ്തുനിഷ്ഠമായ അറിവിന്റെ അഭാവത്തിൽ ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും ആ തെറ്റിദ്ധാരണകൾ പരസ്പരം വിദ്വേഷത്തിനും വൈരാഗ്യത്തിനും വർഗീയതക്കും ഒരുപക്ഷെ കലാപത്തിനും തന്നെ കാരണമായി തീരാറുണ്ട്. ഈ വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ട് ഡയലോഗ് സെന്റർ കേരള എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്നേഹ സംവാദങ്ങൾ, ടേബിൾ ടോക്കുകൾ, മുഖാമുഖങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തിവരുന്നുണ്ട്. അങ്ങനെയുള്ള ഉദ്ദേശാർത്ഥം തന്നെയാണ് ദിശ ഇസ്ലാമിക് എക്സിബിഷനും സംഘടിപ്പിച്ച് വരുന്നത്. അതോടൊപ്പം അതിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനങ്ങളും നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, തെറ്റിദ്ധാരണകൾ തിരുത്തുക, പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും വളർത്തിയെടുക്കുക എന്നത് ഇതിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. പ്രത്യേകിച്ച് സമൂഹം ഇന്ന് പലിശയുടെയും മദ്യത്തിന്റെയും ദുരന്തങ്ങളിൽപ്പെട്ട്, അതുപോലെ പല ദുരന്തങ്ങളുടെയും അടിമകളായി മാറിയിരിക്കുകയാണ്. അതിന്റെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും ധർമ്മച്യുതിയിൽ നിന്നും മനുഷ്യ സമൂഹത്തെ ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെടുക്കുക, പ്രത്യേകിച്ച് യുവ വിഭാഗത്തെ, അത് ദിശയുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. ഇന്ന് ഇസ്ലാം വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന സാഹചര്യമാണ് ലോകത്തുള്ളത്. ആ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നത് ഒരു ആവശ്യമായ സംഗതിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്റെ ഉത്തരവാദിത്വം സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് അമീർ ബഹുമാന്യനായ എം.ഐ. അബ്ദുൽ അസീസ് സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് ഏൽക്കുകയും അല്പം വൈകി എത്തുമെന്ന് അറിയിക്കുകയും ചെയ്ത നമ്മുടെ ബഹുമാന്യനായ
ജലവിഭവ വകുപ്പ് മന്ത്രി NK പ്രേമചന്ദ്രൻ അവരുകൾക്കും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ ആശംസകൾ നേരാൻ വേണ്ടി സദയം സമ്മതിക്കുകയും എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള ബഹുമാന്യരായ VK ബേബി ജില്ലാ കലക്ടർ, KP ധനപാലൻ MP, KV അബ്ദുൽ ഖാദർ MLA, ഡോക്ടർ KK രാഹുലൻ, ഡോക്ടർ RVK വർമ്മ, PM സാലിഹ്, അഡ്വക്കേറ്റ് RV സയ്യിദ് മുഹമ്മദ് PK ഖാദർമാൻ തുടങ്ങിയവർക്കും ഈ സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കാനിരിക്കുന്ന P അബ്ദുറഹ്മാൻ സാഹിബ് അവറുകൾക്കും TK അബ്ദുസ്സലാം സാഹിബിനും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹ ഊഷ്മളമായ സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സദസ്സിനും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ MI അബ്ദുൽ അസീസ് സാഹിബ് അവറുകളെ സ്നേഹോദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. വേദിയിലുള്ള സമാദരണീയരായ മഹൽ വ്യക്തിത്വങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാന്റെ കരുണാ കടാക്ഷങ്ങൾ നമ്മളിൽ സദാ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 31-ന് ആരംഭിച്ച ദിശ എക്സിബിഷൻ, ഇസ്ലാമിക് എക്സിബിഷൻ ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന വളരെ അനുഗ്രഹീതമായ, നന്മ വിതറുന്ന ഈ മഹത്തായ പരിപാടി, അതിൻ്റെ സംഘാടകർ ഡയലോഗ് സെന്റർ കേരള എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുമാണ്. തൃശ്ശൂരിൽ ഈ പരിപാടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ ഏറ്റുവാങ്ങിയത്. ഇവിടുത്തെ പൗരപ്രമുഖരും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും പൊതു സേവന രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവരും ഒക്കെയായിട്ടുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ സ്വീകരിച്ചത്. ഈ പരിപാടിയുടെ
സംഘാടനം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ പൗരപ്രമുഖരുൾക്കൊള്ളുന്ന വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വാഗത സംഘത്തിലെ ആളുകൾ ആദ്യാവസാനം അവരുടെ സേവനങ്ങൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഈ പരിപാടിയെ വിജയിപ്പിക്കുന്നതിൽ അവരുടെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, കരുണാവാരിധിയായ നാഥൻ അവർക്കൊക്കെയും നല്ല പ്രതിഫലം നൽകി ഇരുലോകത്തും അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ ത്യാഗത്തോടുകൂടിയാണ് ഇതിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വോളണ്ടിയർമാർ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. രാപ്പകൽ ഭേദമന്യേ വളരെ കഠിനമായിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ സംഘാടനത്തിൽ അതുപോലെ അറിവ് അന്വേഷിച്ചുകൊണ്ടുവരുന്ന ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുന്നിടത്ത് ഈ എക്സിബിഷൻ കൊണ്ട് അർത്ഥമാക്കുന്ന അത് നൽകുന്ന സന്ദേശത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വളരെ വലിയ സേവനങ്ങളാണ് ഈ രംഗത്ത് അവർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അതിന് ഈ രാജ്യത്തെ, ഈ നാട്ടിൽ നല്ല പ്രതികരണങ്ങൾ ഉണ്ടാക്കും. മനുഷ്യൻ എന്ന ഈ പ്രപഞ്ചത്തിലെ അത്യുത്കൃഷ്ടനായ സൃഷ്ടി അവന്റെ ധർമ്മം അത് നിർവഹിക്കേണ്ടുന്ന വിധത്തിൽ നിർവഹിക്കുമ്പോൾ ലോകത്ത് നന്മയുണ്ടാകും. അവൻ അധപ്പതിക്കുകയാണ് എങ്കിൽ അവൻ നാശം വിതക്കുന്നവനായി തീരുകയാണ് എങ്കിൽ അത് മുഖേന ലോകത്തിന് വമ്പിച്ച നാശവും നഷ്ടവുമാണ് സംഭവിക്കുക. ഭൗതികമായ സൗകര്യങ്ങളും വിഭവങ്ങളും എത്ര തന്നെ വർദ്ധിച്ചു വന്നാലും മനുഷ്യൻ അവൻ ഉൾക്കൊള്ളേണ്ടുന്ന യഥാർത്ഥ മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാൻ അവൻ തയ്യാറാകുന്നില്ല എങ്കിൽ ലോകം നരകതുല്യമായിരിക്കും. നമ്മൾ അറിയുന്നു, ലോകത്ത് ഇന്ന് ജീവിക്കുന്നവർക്ക് മാത്രമല്ല, അതിന്റെ 6 ഇരട്ടി ആളുകളുണ്ടെങ്കിലും അവർക്കൊക്കെ ജീവിക്കാനാവശ്യമായ വിഭവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെയുണ്ട്. ആ വിഭവങ്ങളുടെ ശരിയായ ശേഖരണമോ വിതരണമോ നീതിപൂർവമായിട്ടുള്ള കൈകാര്യം ചെയ്യലോ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ വലിയ അതിക്രമവും മനുഷ്യ സമൂഹത്തോടുള്ള കടുത്ത അനീതിയുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഇത്രത്തോളം ദുരന്തപൂർണമാക്കി തീർത്തിട്ടുള്ളത്. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള വിശേഷ ബുദ്ധി, ചിന്തിക്കാനുള്ള അവന്റെ കഴിവ്, അതാണ് ഭൂമിയിൽ മനുഷ്യനെ
ദൈവത്തിന്റെ പ്രതിനിധിയാക്കാൻ പ്രാപ്തനാക്കി തീർക്കുന്നത്. അതാണ് ഭൂമിയുടെ അധികാരമേൽക്കാൻ അവന് കെൽപ്പുള്ളവനാക്കി തീർക്കുന്നത്. ആ ബുദ്ധി മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഇന്നവനെ എങ്ങനെ നശിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ലോകഘടനയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാരകമായ ഒരു രോഗം ലോകത്തുണ്ടായാൽ ആ രോഗത്തിന് എങ്ങനെ ചികിത്സിക്കാം എന്നതിനേക്കാൾ കൂടുതലായ ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നത് ആ രോഗാണു ഉപയോഗിച്ച് എങ്ങനെ ബോംബുണ്ടാക്കി തീർക്കാം എന്നതിനെ സംബന്ധിച്ചാണ്. നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് ലോകത്ത് ഒരു വർഷം യുദ്ധത്തിന് വേണ്ടി ചിലവിട്ടുകൊണ്ടിരിക്കുന്ന സംഖ്യയുടെ സമ്പത്തിന്റെ 1/3 ഭാഗമുണ്ടായാൽ ലോകത്ത് ദാരിദ്ര്യം പരിഹരിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ആരോടും പിശുക്ക് കാണിച്ചിട്ടില്ല, ആകാശം ആരോടും അതിക്രമം ചെയ്തിട്ടില്ല. മറിച്ച് മനുഷ്യനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുടെ അനീതിയുടെ ഫലമാണ് ഇന്ന് മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ. ഇവിടെ നന്മേച്ഛുക്കളായ, നന്മയെ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്നിച്ചു നിന്ന് മനുഷ്യ സമൂഹത്തിന്റെ ഐഹികവും പാരത്രികവുമായ വിജയത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ അവർ സജ്ജരാവണം. അങ്ങനെ സജ്ജരായി തീരണമെങ്കിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആദ്യമായി സാധ്യമായി തീരേണ്ടത് വ്യത്യസ്ത വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കുമിടയിൽ, മതവിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം അടുത്തറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിത്തീരുക എന്നതാണ്. മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പൊതുവായ മൂല്യങ്ങളിൽ, ആ മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ തീർച്ചയായും നമുക്ക് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും ഒരുമിക്കാൻ കഴിയുന്ന, ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന, ഒന്നിച്ചു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒട്ടേറെ അവസരങ്ങളും വേദികളുമുണ്ട്. ഡയലോഗ് സെന്റർ കേരള അതിന്റെ പ്രവർത്തനങ്ങളിലെ ഒന്നാമത്തെ ഇനമായി അത് സ്വീകരിച്ചിട്ടുള്ളത് മനുഷ്യരെ അടുപ്പിക്കുക എന്നതിനാണ്. ഇന്ന് പലതിന്റെ പേരിലും മനുഷ്യരെ അടുപ്പിക്കാനുള്ള, അവരെ കലഹിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ അടുപ്പിക്കുകയും അവരെ പരസ്പരം തിരിച്ചറിയാൻ പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ മനുഷ്യർ, അവർ മഹാഭൂരിപക്ഷവും അംഗീകരിക്കുന്നു, ഞങ്ങളൊക്കെ ഒരേ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികളാണ്. നാട്ടിലെ എല്ലാ മതവിശ്വാസികളും വേദഗ്രന്ഥങ്ങളും അവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ മനുഷ്യരും, എല്ലാ സൃഷ്ടിജാലങ്ങളും, ഈ പ്രപഞ്ചമൊക്കെയും ഒരേ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികളാണ്. ഒരേ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ ഒരേ മാതാപിതാക്കളുടെ മക്കൾ എന്നതിനേക്കാൾ ഉയർന്ന
സ്നേഹ സാഹോദര്യ ബന്ധം അവർക്കിടയിൽ ഉണ്ടായിത്തീരണമെന്നാണ് മുഹമ്മദ് നബി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അൽ ഖൽഖു ഖിയാലുല്ലാഹ് അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അൻഫഅഹും ലിറിയാലിഹി. സൃഷ്ടികളൊക്കെയും അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. ആ സ്വന്തക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നവരാരോ അവരെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. വിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ പറയുന്നത് എന്നല്ല, ലോകത്ത് മനുഷ്യനെ നന്മയിലേക്ക് ആനയിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങൾക്കും പറയാനുള്ളത്, മനുഷ്യൻ ഒരേ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടി, ഒരേ മാതാപിതാക്കളുടെ മക്കൾ, ഏകോദര സഹോദരങ്ങൾ. ഇങ്ങനെയുള്ള മനുഷ്യ സമൂഹം അവരുടെ ജീവിതം അർത്ഥവത്തായി തീരണമെങ്കിൽ, അർത്ഥവത്തായി തീരുക എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ ഭൂമിയിൽ നമ്മളാരും ആവശ്യപ്പെട്ടിട്ട് കടന്നു വന്നവരല്ല. നമ്മുടെ ഒരാവശ്യവും ഒരു മെമ്മാറാണ്ടവും ഒരപേക്ഷയും കൂടാതെയാണ് നമ്മളൊക്കെ ഇവിടെ കടന്നു വന്നത്. പരിമിതമായ ഒരു കാലത്തിനു ശേഷം നമ്മോട് ചോദിക്കാതെയാണ്, നമ്മുടെ അനുവാദം വാങ്ങാതെയാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അവരാരായിരുന്നാലും അവസാനിപ്പിക്കേണ്ടി വരുന്നത്. ഈ ഒരു ചെറിയ ഒരു കാലയളവ് പ്രപഞ്ചത്തിന്റെ ചരിത്രവും മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രവും കാലവുമൊക്കെ പരിഗണിക്കുമ്പോൾ വളരെ ചെറിയ ഒരു കാലയളവ് നമ്മളിവിടെ ജീവിച്ചു പോവുകയാണ്. അതിൽ ശൈശവമുണ്ട്, ബാല്യമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്. ചിലപ്പോൾ അതൊന്നും മുഴുവനായി കിട്ടാതെ തന്നെയും ആളുകൾ പിരിഞ്ഞു പോകാറുണ്ട്. രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ടു, വൈകുന്നേരം വീട്ടിലെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ കാത്തുനിൽക്കുന്ന മക്കളാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ അരീക്കോട്ട് തോണി അപകടത്തിൽ മരണപ്പെട്ടു പോയത്. നടുറോഡുകളിൽ ഓരോ ദിവസവും എത്രയോ ആളുകൾ, നമ്മളെപ്പോലുള്ള ആളുകൾ, അവരവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഇപ്പൊ വളരെ ചെറിയ ഒരു കാലയളവാണ് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അവസരം. ഇവിടെ തീർച്ചയായും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, ചിന്തിക്കുന്ന ഒരാൾ, അയാളുടെ വിശേഷ ബുദ്ധി കൊണ്ട് അയാൾ ആലോചിക്കും, ഞാനാകുന്ന ഈ മനുഷ്യൻ ഇവിടെ എവിടെ നിന്ന് വന്നു? ഞാനാകുന്ന ഈ മനുഷ്യൻ എന്നോട് ചോദിക്കാതെ, ആരോടും അനുവാദം വാങ്ങാതെ, എനിക്കറിഞ്ഞുകൂടാത്ത ഒരു സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നു. എവിടെ നിന്നാണ് ഞാൻ വന്നത്? എങ്ങോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ എനിക്ക്, എന്നെപ്പോലുള്ള ആളുകൾക്ക് നിർവഹിക്കാനുള്ള യഥാർത്ഥത്തിലുള്ള ദൗത്യം എന്താണ്? ഈ മർമ്മപ്രധാനമായ ചോദ്യം നമ്മുടെ മുമ്പിൽ നിരന്തരമായ അന്വേഷണത്തിന് വിഷയീഭവിക്കേണ്ടുന്ന കാര്യമാണ്. നിരന്തരമായ അന്വേഷണത്തിന്, ആ അന്വേഷണത്തിന്റെ മുമ്പിൽ ബുദ്ധിയുള്ള ഓരോ മനുഷ്യരോടും ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടത്, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള അവസരങ്ങളെ പരമാവധി സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു, അടുത്തറിയുന്നതോടുകൂടി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള സർഗാത്മകമായ സംവാദങ്ങൾ, പ്രസാദാത്മകമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, എന്റെ നന്മയ്ക്ക് വേണ്ടി, സഹജീവികളുടെ നന്മയ്ക്ക് വേണ്ടി
സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സർഗാത്മകമായ സംവാദങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുക, പരസ്പരം കേൾക്കാൻ കഴിയുക, മനസ്സിലാക്കാൻ സാധിക്കുക. ആരും അവസാനത്തെ വിധി പറയേണ്ടതില്ല. എല്ലാവർക്കും ചിന്തിക്കാൻ കഴിയും. ആ ചിന്ത ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കരുത്തുള്ള സത്യത്തിലേക്കും നന്മയിലേക്കും എങ്ങനെയാണ് പോകാൻ കഴിയുക? എല്ലാവരും അംഗീകരിക്കുന്നു, എല്ലാവരുടെയും ചിന്തയിൽ വരുന്ന കാര്യമാണ് മനുഷ്യനിവിടെ വേദനിക്കുന്നുണ്ട്, അവനിവിടെ പ്രയാസങ്ങളുണ്ട്, അവനിവിടെ ദുഃഖങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അതിനു വേണ്ടത്, പരിഹാരമായി തീരേണ്ടത് മനുഷ്യന് മാത്രം നൽകപ്പെട്ടിട്ടുള്ള അവന്റെ വിശേഷ ബുദ്ധിയെ പക്വമായി കൈകാര്യം ചെയ്യാൻ, ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമായി തീരുക എന്നതാണ്. ആ തലത്തിലുള്ള ഒരു അന്വേഷണമായിരുന്നു വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും പഠനത്തിന്റേതുമായ ഒരന്വേഷണമായിരുന്നു മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയുള്ള കൂട്ടായ ഒരു ചിന്തയായിരുന്നു കഴിഞ്ഞ 8 ദിവസങ്ങളിൽ 7 ദിവസങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. വിജ്ഞാനത്തിന്റെ അറിവിന്റെ ചിന്തയുടെ ഒരു പെരുമഴ തന്നെ വർഷിക്കുകയായിരുന്നു ഇവിടെ. നീതിയെ സംബന്ധിച്ച്, സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചോ, പൗരാവകാശങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ നിയമ സംവിധാനങ്ങളെ സംബന്ധിച്ച് നമ്മോട് ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്ന, അത് സംബന്ധിച്ചുള്ള കാര്യഗൗരവത്തിലുള്ള ഒരു ചർച്ചയാണ് നാം ഒരു സെമിനാറിലൂടെ വിഷയമാക്കിയെടുത്തിട്ടുള്ളത്. തീർച്ചയായും ആ ചിന്തകൾ, ആ പഠനങ്ങൾ, അന്വേഷണങ്ങൾ എനിക്ക് നീതി ലഭിക്കണം എന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് നീതി ലഭിക്കാനും അവരുടെ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കാനും അവരുടെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കാനും കഴിയുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നമുക്ക് കൂട്ടായി പങ്കാളികളാവാൻ കഴിയേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശമാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ വർത്തമാനവും ഭാവിയും നിർണയിക്കുന്ന, നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഗൗരവതരമായ ഒരു ചർച്ച നമ്മൾ ഈ ഡയലോഗ് സെന്ററിന്റെ ഈ ദിശ എക്സ്പ്രസിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. സമൂഹത്തിന്റെ അർദ്ധാംശമായി നിൽക്കുന്ന എന്നല്ല, ഒരു സമൂഹം അതിലെ സ്ത്രീ വിഭാഗം ഉത്ബുദ്ധരാണ് എങ്കിൽ, അവർ യോഗ്യരാണ് എങ്കിൽ ആ സമൂഹം ഉത്ബുദ്ധമായ സമൂഹമായിരിക്കും, അവർ യോഗ്യരായ സമൂഹമായിരിക്കും. സ്ത്രീകൾ ആദരിക്കപ്പെടുന്ന ഒരു സൊസൈറ്റി, ആദരിക്കപ്പെടുന്ന പദവിയും സംസ്കാരവുമുള്ള ഒരു സമൂഹമായിരിക്കും. സ്ത്രീകളുടെ സമൂഹ സംവിധാനത്തിൽ അവർക്ക് നിർവഹിക്കാനുള്ള ദൗത്യത്തെപ്പറ്റി, പങ്കിനെപ്പറ്റി നാം ഇവിടെ ഒരു സെമിനാറിന്റെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുകയുണ്ടായി. മതമെന്ന് പറയുന്നത് വ്യക്തിജീവിതത്തിലെ സ്വകാര്യതയിൽ ഒതുങ്ങി നിൽക്കേണ്ടുന്ന കാര്യമാണോ? പൊതുജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ അതിനെ നന്മയിലേക്ക് നയിക്കുന്നിടത്ത് മതത്തിന് വഹിക്കാനുള്ള മഹത്തായ പങ്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഈ ദിശയുടെ ഭാഗമായി നടത്തിയ സെമിനാറിന്റെ ചർച്ചാ വിഷയമാക്കിയെടുത്തു. കലാസാംസ്കാരിക ലോകത്ത് ആ രംഗത്തുള്ള ഇസ്ലാമിക സംഭാവനകളെപ്പറ്റി, ഇസ്ലാമികമായ അതിന്റെ ഒരു വായനയെ സംബന്ധിച്ച് നാം ഈ വൈജ്ഞാനിക വിരുന്നുകളുടെ ഭാഗമായിട്ട് നമ്മളിവിടെ സമർപ്പിക്കുകയുണ്ടായി. ഈ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ദിശ അത് നൽകുന്ന ഒരു മെസ്സേജാണ്. സാമൂഹ്യ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ
അവിടെയൊക്കെ ദിശാബോധം നൽകുവാൻ എത്രത്തോളമാണ് ഉത്ബുദ്ധമായ ഒരു സദസ്സിനും ഒരു സമൂഹത്തിനും സാധ്യമായി തീരുക എന്നത് അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണമാണ് നാം നടത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കപ്പെടേണ്ടുന്ന, ഇന്ന് സമാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ചർച്ചകൾക്കൊക്കെ സമാപനം കുറിക്കേണ്ടുന്ന ഒന്നല്ല. ഇതിൽ പങ്കാളികളാവുകയും ഇതിൽ ശ്രവിക്കുകയും ഇതിനോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുകയും ചെയ്ത നമ്മൾ ഇനിയും കൂടുതലായി ഈ രംഗത്ത് പ്രവർത്തിച്ചേ പറ്റൂ. മനുഷ്യർക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കി വേർതിരിച്ച് അവരെ പരസ്പരം അടുപ്പിക്കാനും അകറ്റാനുമുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്ത് നിർഭാഗ്യവശാൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങൾ നാം നേരിടേണ്ടത്, അതിന് നാം പരിഹാരം കാണേണ്ടത് യഥാർത്ഥത്തിൽ പരസ്പരം അടുത്തറിഞ്ഞും മനസ്സിലാക്കിയും അന്യോന്യം ഉൾക്കൊണ്ടുകൊണ്ടും പരസ്പരം മനസ്സിലാക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടുമാണ്. അങ്ങനെ വരുമ്പോ നമ്മുടെ നാട്ടിന്റെ ബഹുസ്വരത അത് നന്മയായി തീരും. അപ്പോൾ മാത്രമേ ഇവിടെ ഒരു അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ ഒരു പൂങ്കാവനമായി തീരുകയുള്ളൂ. വ്യത്യസ്ത പൂക്കൾ വിരിഞ്ഞു വരുന്ന മനോഹരമായ ഒരു മലർവാടിയായി മാറാൻ നമ്മുടെ രാജ്യത്തിനു സാധിക്കണമെങ്കിൽ, നമ്മുടെ സമൂഹത്തിന് കഴിയണമെങ്കിൽ നമുക്കന്യോന്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മുല്ലപ്പൂവിന് റോസപ്പൂവിനോട് മത്സരിക്കേണ്ടതായിട്ടില്ല. അതേ അവസരത്തിൽ രണ്ടിനും അതിൻ്റെതായ പരിമളം ഒരു മലർവാടിക്ക് നൽകാൻ കഴിയും. തീർച്ചയായും ആ അർത്ഥതലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരന്വേഷണമാണ് നടക്കേണ്ടത്. ഞാനൊന്നുകൂടി ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിത ദൗത്യത്തെപ്പറ്റി, പരിമിതമായ നമ്മുടെ ഈ ജീവിതത്തിന്റെ യഥാർത്ഥമായ ദൗത്യത്തെപ്പറ്റി, ചെയ്യാനുള്ള ചുമതലകളെപ്പറ്റി ജീവിക്കുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടേ അത് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ആ സമയത്ത് അതിനെപ്പറ്റി അന്ധരായിട്ടാണ് പോകുന്നതെങ്കിൽ, ആ ചിന്ത ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം നമ്മോട് തന്നെ ചെയ്യുന്ന വളരെ വലിയ ഒരു അക്രമമായി തീരും. ദിശ എക്സ്ബിഷനിലൂടെ നിങ്ങൾ കടന്നു ചെല്ലുകയുണ്ടായി. നമുക്ക് കാണാൻ കഴിഞ്ഞു, ലോകത്തു ദുരിതങ്ങൾ വിതച്ച സാമ്രാജ്യത്വ അധിനിവേശം എങ്ങനെയാണ് മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയത്. മനുഷ്യന്റെ മുമ്പിൽ, മനുഷ്യ സമൂഹത്തിന് അതെങ്ങനെയാണ് ശത്രുവായി തീർന്നത്. അതിന്റെ തിക്താനുഭവങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് ഏത് രാജ്യത്തും ഏത് പ്രദേശത്തും നമുക്ക് ആവോളം കാണാൻ സാധിക്കും. അതുപോലെ നാം കണ്ടു, പലിശക്കെണിയെ സംബന്ധിച്ച് സാമ്പത്തികമായ രംഗത്ത് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ലോക സാമ്പത്തിക ഘടനയിൽ പലിശമുക്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ എത്രത്തോളം പരിഹാരമാണ്, പ്രസക്തമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഘടനയിലും ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ കാലഘട്ടത്തിൽ എത്രത്തോളം ഫിറ്റാക്കാൻ കഴിയും, അത് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് എത്രത്തോളം പരിഹാരമായി തീരും, എത്രത്തോളം വിജയകരമാണ് എന്ന അന്വേഷണത്തിലും ആ അർത്ഥത്തിലുള്ള പഠനങ്ങളിലുമാണ് നമ്മളുള്ളത്. പലിശാധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥക്ക് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അതേറ്റവും ഒടുവിൽ മനുഷ്യനെ നാശത്തിലേക്കും എന്നല്ല, വലിയ വലിയ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങളും മോഹങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്ന സംഭവങ്ങളാണ് നാം ദിനേനയെന്നോണം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും? നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, പ്രബുദ്ധനായ ബുദ്ധിയുള്ള മനുഷ്യൻ ഇന്ന കാര്യം തിന്മയാണ് എന്ന് തിരിച്ചറിഞ്ഞാലും ആ തിന്മ ഉപേക്ഷിക്കാൻ തയ്യാറില്ല. അത് തിന്മയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണകൂടങ്ങൾ വരെ
യഥാർത്ഥത്തിൽ അതിനെതിരായി അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഇപ്പൊ നമ്മോട് പറയും, ഒരു സിഗരറ്റ് പാക്കറ്റ് കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്കത് ക്യാൻസർ ഉണ്ടാക്കും, അർബുദത്തിന് കാരണമായി തീരും. പക്ഷേ അത് ഒഴിവാക്കാൻ ഇത് നിയമപരമായ മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് അർബുദമുണ്ടാക്കി തീർക്കാൻ കഴിയും. അതിൽ നിന്നൊഴിവാകാൻ, വ്യക്തിക്കോ ഒഴിവാപ്പിക്കാൻ, അതിന് നിർമ്മാർജ്ജനം ചെയ്യിപ്പിക്കാൻ ഭരണകൂടത്തിനോ സാധ്യമായി തീരുന്നില്ല. ലഹരിയുടെ കാര്യവും അങ്ങനെയാണ്. നാം നമ്മുടെ ദിശ എക്സ്പ്രഷനിൽ വളരെ സർഗാത്മകമായി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ലഹരി എങ്ങനെയാണ് വ്യക്തിയെ നശിപ്പിക്കുന്നത്, കുടുംബത്തെ തകർക്കുന്നത്, എങ്ങനെ സമൂഹത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്നു, അങ്ങനെ തുടങ്ങി വ്യക്തിജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും വ്യത്യസ്ത തലങ്ങളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അനാവരണം ചെയ്തുകൊണ്ട് നന്മയിലേക്ക് മനുഷ്യരെ നയിക്കാൻ, നന്മയിലേക്ക് മനുഷ്യ സമൂഹത്തെ ആനയിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. ഭ്രൂണത്തെ കൊന്നുകളയുക വഴി യഥാർത്ഥത്തിൽ എന്താണത് വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ആ ഭ്രൂണം ഒരുമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മരണത്തെ പോകുന്നത് എന്ന ചിത്രീകരണം ഇവിടെ നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ദിവസം 1500ഓളം ഭ്രൂണഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ എത്ര വലിയ കൊലപാതകമാണ് നടക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ദിശ നിങ്ങൾക്ക് വലിയ ഒരു മെസ്സേജാണ് കൈമാറിയിട്ടുള്ളത്. ഇവിടെ നിന്ന് വിട്ടുപോയാൽ ഇതിനെ കാണുകയും അനുഭവിക്കുകയും ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരങ്ങളും അതിന്റെ പ്രബോധകന്മാരും പ്രചാരകന്മാരും പ്രവർത്തകരുമായി തീരേണ്ടതുണ്ട്. നന്മേച്ഛുക്കളായ മുഴുവൻ മനുഷ്യരുടെയും കൂട്ടായ്മയിലൂടെ മനുഷ്യന്റെ ബുദ്ധിയോട് സംവദിച്ചുകൊണ്ട് സർഗാത്മകമായ സംവാദങ്ങളിലൂടെ, അതും വികാരങ്ങൾ ഉണർത്തിവിട്ടുകൊണ്ടല്ല, വിവേകപൂർണമായിട്ടുള്ള സംവാദങ്ങളിലൂടെ പ്രസാദാത്മകമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ നാട്ടിനെ നന്മയിലേക്ക് നയിക്കാൻ നാം പരിശ്രമിക്കുമെങ്കിൽ അതിനു നല്ല ഫലങ്ങൾ ഉണ്ടാകും. ഇല്ല എങ്കിൽ തിന്മ വാഴുന്ന ഒരു സമൂഹത്തിലെ തിന്മ തടയാത്ത ഒരു ജനത, അതിനോട് മുഹമ്മദ് നബി പ്രതികരിച്ച കപ്പൽ യാത്രക്കാരുടെ ഉദാഹരണം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ദിശ എക്സ്പ്രഷനിൽ നിങ്ങൾ കാണുകയുണ്ടായി. ആ കപ്പലിൽ മനുഷ്യ സമൂഹം ഒന്നടങ്കം ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളമെടുക്കണമെങ്കിൽ മുകളിലെ തട്ടിൽ പോകണം. പക്ഷേ മുകളിലെ തട്ടിൽ പോയി വെള്ളമെടുക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ കപ്പലിന്റെ ഒരു ദ്വാരമുണ്ടാക്കി കടലിൽ നിന്ന് വെള്ളമെടുക്കാൻ ശ്രമിക്കുന്നവരെ പോലെ സമൂഹത്തെ നാശത്തിലേക്ക് മുക്കുകയാണ് അവിടെ നിശബ്ദരായി നിൽക്കുന്ന ആളുകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നന്മ ഉൾക്കൊള്ളുകയും നന്മയെ പ്രചരിപ്പിക്കുകയും നന്മയുടെ പ്രബോധകരായി തീരുകയും തിന്മയെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളുടെയും ആ അർത്ഥത്തിലുള്ള ഒരു ഒരുമയും ഒരൈക്യവുമാണ് ഈ രംഗത്ത് നമ്മുടെ സമൂഹം തേടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് പങ്കാളികളായി തീരാൻ സാധിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയുവാനുള്ളത്. ഇതൊരവസാനമല്ല, ഇനിയും നിരന്തരമായി തുടരേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാനൊരു വാക്കുകൂടി പറയുകയാണ്. തൃശൂരിലെ ഈ പട്ടണത്തിലെ സർഗാത്മകമായ അന്തരീക്ഷം, ഇവിടത്തെ നല്ലവരായ മനുഷ്യർ, സഹോദരീ സഹോദരങ്ങൾ, അവർ ഈ സംഭവത്തെ, ഈ സംവിധാനത്തെ, ഈ പരിപാടിയെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അവരുടെ മേൽ കെട്ടിയേൽപ്പിക്കപ്പെട്ട ഭാരം പോലെയല്ല. അവരാഗ്രഹിച്ചിരുന്ന ഒന്നിനെ, അവർ ദാഹിച്ചിരുന്ന ഒന്നിനെ അവർക്കു നൽകിയതുപോലെ, ദാഹാർത്ഥനായ ഒരു മനുഷ്യനോ ദാഹജലം നൽകിയതുപോലെ അതിന്റെ സംഘാടനത്തിലും അതിന്റെ പ്രവർത്തനത്തിലുമൊക്കെ സജീവമായ പങ്കാളിത്തം വഹിച്ച നിങ്ങളോടുള്ള അങ്ങേയറ്റത്തെ നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്.
കരുണാവാരിധിയായ തമ്പുരാൻ, പടച്ച തമ്പുരാൻ മഹത്തായ പ്രതിഫലം നൽകി നിങ്ങളെല്ലാവരെയും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശരീരം മറന്നോ കഠിനമായി അധ്വാനിച്ച് പരിശ്രമിച്ച് ഈ ദിശ എക്സ്പ്രസിനെ ധന്യമാക്കുന്നതിൽ അതിനുവേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച പ്രിയപ്പെട്ട എന്റെ സഹോദരീ സഹോദരങ്ങളായിട്ടുള്ള ഇതിന്റെ വളണ്ടിയർമാർ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും നല്ല പ്രതികരണങ്ങൾ ഉണ്ടാകും, നന്മയുണ്ടാകും. ആ നന്മ കാണാൻ, ആ നന്മ ഉൾക്കൊള്ളുവാൻ, അതിനെ കൂടുതൽ ശക്തിയോടുകൂടി ആവർത്തിക്കുവാൻ അല്ലാഹു പടച്ച തമ്പുരാൻ കരുണാവാരിധിയായ നാഥൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സചേതന ചേതനമി പ്രപഞ്ചം സർവം വിളക്കുന്ന കെടാവിളക്ക് സമസ്ത ഭവ്യങ്ങളും ഉള്ളിലാഴ്ത്തും സ്നേഹപ്പരപ്പിൻ കടലേ തൊഴുന്ന്. സമാദരണീയനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട അമീർ എം.ഐ. അബ്ദുൾ അസീസ് അവർകളെ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കലക്ടർ പി കെ ബേബി, ധനപാലൻ MP, പ്രിയപ്പെട്ട KV അബ്ദുൽ ഖാദർ MLA, പ്രിയപ്പെട്ട RVK വർമ്മ, പ്രിയപ്പെട്ട PM സാലിദ്, ബഹുമാന്യനായ RV സെയ്ദ് മുഹമ്മദ്, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് PK ഖാദർ മോൻ, എൻ്റെ പ്രിയങ്കരനായ ശ്രീ കൊച്ചു മുഹമ്മദ് സാഹിബ്, ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട മുഹമ്മദ് സക്കീർ, ദിശയുടെ ജനറൽ കൺവീനർ ബഹുമാന്യനായ P. അബ്ദുറഹിമാൻ, മറ്റു വിശിഷ്ടാതിഥികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, നിങ്ങൾക്കെല്ലാം എൻ്റെ നമസ്കാരം. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31 മുതൽ ഇന്നുവരെയായി ഇവിടെ ഒരു വലിയ മഹാസംരംഭം നടക്കുകയാണ്. ഈ എക്സിബിഷനിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നന്മയുടെ വഴികൾ തേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇസ്ലാമിക് എക്സിബിഷനുകൾ കോട്ടയത്ത് കഴിഞ്ഞു, തിരുവനന്തപുരത്ത് കഴിഞ്ഞു, ഇപ്പോൾ തൃശ്ശൂരിലും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംഘടിപ്പിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നുകയുണ്ടായി. ഇപ്പം ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരൊക്കെ ഇത്തരത്തിലുള്ള കൂട്ടായ്മ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. വിവിധ മതങ്ങളെക്കുറിച്ചും ആ മതങ്ങളുടെ സാരസംഗ്രഹങ്ങളെക്കുറിച്ചും ആ മതങ്ങളെല്ലാം ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള എക്സിബിഷനുകൾ നമുക്ക് നേതൃത്വം നൽകുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ വളരെ ആവശ്യമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ ഡയലോഗ് സെന്റർ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഭാരതത്തിലും ലോകത്തിലെമ്പാടും സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എന്താണ് അതിന് കാരണം? അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. പണ്ട് ഇതുപോലെ ഒരു സന്ദർഭത്തിൽ ദ്വാപര യുഗത്തിൽ നിന്ന് കലിയുഗത്തിലേക്ക് ലോകം പ്രവേശിക്കുമ്പോൾ മഹാകവി വ്യാസൻ തൻ്റെ നെറുകയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ ഒരു കവിതയുണ്ട്. അതിക്രാന്ത സുഖാകാല പ്രത്യുപസ്ഥിതി ദാരുണ ശുശ്യ പാവീയ ദിവസ പൃഥ്വി ഹതയൗവന. അതിക്രാന്ത സുഖാകാലം, സുഖമായ കാലങ്ങളൊക്കെ മാറി പോവുകയാണ്.
കാലത്തിൽ നിന്ന് സുഖം വഴുതി വീണുകൊണ്ടിരിക്കുന്നു. സുഖം ഇല്ലാതെ ആവുന്നൊരവസ്ഥയിലേക്ക് നാം നീങ്ങുകയാണ്. ദാരുണങ്ങളായ സംഭവങ്ങൾ ഇന്നലെയും നാളെയും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നാളെയേക്കാൾ പാപം നിറഞ്ഞ ദിവസങ്ങളാണ് മറ്റന്നാൾ പോകുന്നത് എന്നൊരു കാര്യം നാം മനസ്സിലാക്കുകയാണ്. ലോകത്തിന്റെ യൗവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഹാകവിയുടെ ഈ വാക്കുകളിൽ അദ്ദേഹം നോക്കിക്കാണുന്ന കാര്യം ഇന്നും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ കവിത വീണ്ടും എഴുതുമായിരുന്നു എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അത്രമാത്രം ഇവിടെ ദാരുണമായ സംഭവങ്ങൾ ദിവസേന എന്നോണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് സംഘടനകൾ നടക്കുകയാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മതങ്ങൾ, എല്ലാ മതങ്ങളും ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ മനുഷ്യന്റെ നന്മയാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ആ മതങ്ങളെ എങ്ങനെ ശത്രുക്കളാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി കാണുകയും അതിൻ്റെ ചർച്ചകളുമാണ് ഇവിടെ കഴിഞ്ഞ 8 ദിവസമായി നടക്കുന്നത്. ഇവിടെ അതിന് വന്ന എല്ലാ ടോപ്പിക്കുകളും മനുഷ്യന്റെ നീതിയെക്കുറിച്ച്, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മനുഷ്യന്റെ പൗരാവകാശങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ നിയമ സംഹിതകളെക്കുറിച്ച്, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്, അതുപോലെ ഈ കലാപരമായ നമ്മുടെ മുന്നേറ്റത്തെക്കുറിച്ച്, സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ച് ഇന്നലെ നടന്ന ചർച്ച ഏറ്റവും മനോഹരമായ വിഷയത്തെക്കുറിച്ചായിരുന്നു. സാംസ്കാരിക ലോകത്തിൽ ഇസ്ലാമിന്റെ വായനകൾ. അങ്ങനെ ഇന്ന് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട നിരവധി പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മളെല്ലാം കേൾക്കുന്നത്. ഇത് ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായ പ്രക്ഷോഭ കൂട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും അധികം 2ാമത്തെ ജനസംഖ്യയുള്ള രാജ്യമാണ് ഭാരതം. ചൈന കഴിച്ചാൽ 122 കോടി ജനങ്ങളുള്ള ചൈനയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. 110 കോടി ജനങ്ങളുള്ള ഇന്ത്യ അടുത്ത 25-30 വർഷം കഴിയുമ്പോൾ ചൈനയെ കടത്തിവെട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഓരോ വർഷവും 1,68,00,000 ജനങ്ങൾ ഈ രാജ്യത്ത് പെറ്റു വീഴുകയാണ്. അങ്ങനെ ഇതാണ് ഈ പോക്കിന് പോവുകയാണെങ്കിൽ അടുത്ത 10-30 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങളുള്ള രാജ്യമായി മാറും. സംശയം വേണ്ട. മനുഷ്യൻ വളരേണ്ടതാണ്, മനുഷ്യൻ വർഷിക്കേണ്ടതാണ്, മനുഷ്യ സംസ്കാരം വികസിക്കേണ്ടതാണ്. അതുകൊണ്ട് അവിടേക്കൊന്നും നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് അതിമഹത്തായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ അറിയണം. ഇപ്പൊ ഞങ്ങളൊക്കെ BA പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ പഠിപ്പിച്ചത് ഭാരതത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്, കൾച്ചറൽ ഹെറിറ്റേജിന് 2500-2800 വർഷത്തെ പഴക്കം എന്നാണ്. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ. പക്ഷെ ഈയിടെ പുറത്തിറങ്ങിയ നർമ്മദാ തീരത്തെ എക്സ്കവിഷൻ, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ബൊളാൻ നദീതീരത്തുണ്ടായ ഉത്ഖനനത്തിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുസ്തകങ്ങളായിട്ടും ലേഖനങ്ങളായിട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വായിക്കുമ്പോൾ അത് പറയുന്നത് ബൊളാൻ നദീതീരത്തുണ്ടായ, പാകിസ്ഥാനിലെ ബൊളാൻ നദീതീരത്തുണ്ടായ ഉത്ഖനനത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് 6500 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ്. അപ്പൊ ഇന്ന് ലോകത്തെ ജനതയിൽ 860 കോടി ജനങ്ങളിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾക്കാണ് ഏറ്റവും അധികം സാംസ്കാരികമായ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നത് എന്നാണ് അവർ പറയുന്നത്. ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദീതീരത്തെ സംസ്കാരത്തിനും ഇറാഖിലെ സംസ്കാരങ്ങൾക്കും 10,000-ഉം 12,000-ഉം വർഷത്തെ പഴക്കം അവകാശപ്പെടാൻ കഴിയും. പക്ഷെ ഇന്ന് സജീവമായ ഈ ചൈതന്യവുമായി നിൽക്കുന്ന രാഷ്ട്രമായി ഭാരതത്തിനെ സോഷ്യോളജിസ്റ്റുകൾ എണ്ണുകളയാണ്. അപ്പൊ 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായ ഒരു രാജ്യത്ത് 10,000 വർഷങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം കാണാൻ കഴിയുന്ന ഒരു രാജ്യം എങ്ങനെ ഇതിന് ദിശയിൽ നിന്ന് മാറിപ്പോയി എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ലോകത്തിനെ പഠിപ്പിക്കാൻ മാത്രം, സ്നേഹിക്കാൻ മാത്രം, കൂട്ടുചേരാൻ മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ പാരമ്പര്യം എങ്ങനെ നാം കളയുന്നു എന്നത് വളരെ ഗൗരവമായി തന്നെ ഇന്ത്യയിലെ പൗരബോധമുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെ പോകുന്നു?
10,000 വർഷത്തെ സാംസ്കാരിക പാരമ്പര്യം ഉള്ള ജനത, ലോകത്തിലെ ഏറ്റവും അധികം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശക്തിയുള്ള ജനത, അവരുടെ രാജ്യം എങ്ങനെ ഈ മതസൗഹാർദ്ദത്തിൽ നിന്ന്, ഈ മഹനീയമായ ദിശയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു എന്നുള്ളത് പാടില്ലാത്ത സംഭവമാണ്, നടക്കാൻ വയ്യാത്തൊരു സംഭവമാണ്. കാരണം ഇതെല്ലാം ഏറ്റെടുക്കാൻ കഴിയുന്ന പുതിയ തലമുറ, ഇതെല്ലാം പകർന്നു നൽകുന്ന ഒരു പുതിയ തലമുറ, ഇതെല്ലാം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു എന്നുള്ളതാണ് സോഷ്യോളജിസ്റ്റുകൾ നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, 10-20 വർഷങ്ങളായിട്ട് നാം നമ്മുടെ ശരിയായ ദിശയിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലുണ്ടാകുന്നത് പോലെ തന്നെ മതഭീകരതയുടെ പ്രവർത്തനങ്ങൾ, മത സംഘട്ടനത്തിന്റെ പ്രവർത്തനങ്ങൾ സിനോളിലുണ്ടാകുന്നു, അഫ്ഗാനിസ്ഥാനിലുണ്ട്, കാശ്മീരിലുണ്ട്, നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിലുണ്ട്, ലോകത്തിലെ വിശാലമായ ഭാഗങ്ങളിലും നടക്കുകയാണ്. അപ്പൊ മനുഷ്യസഞ്ചയം അവന്റെ സൃഷ്ടിയിൽ നിന്ന് തന്നെ മാറിപ്പോകുന്ന ഒരു ഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ മനുഷ്യനെയാണ് നാം നമ്മുടെ മുമ്പിൽ കാണുന്നത്. അവനെങ്ങനെ ആ പഴയകാല പാരമ്പര്യത്തിലേക്ക്, ലോകത്തിനെ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച ആ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മുടെ മതങ്ങളുടെ തെറ്റാണോ? ഖുറാന്റെയും ബൈബിളിന്റെയും ഗീതയുടെയും തെറ്റാണോ? ആലോചിച്ച് നോക്കേണ്ടതാണ്. വാസ്തവത്തിൽ ഇവിടെ എന്തുണ്ടായി എന്നുള്ളത് അറിയണം. വിദ്യാഭ്യാസപരമായി നാം കുറേയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം നാം അറിയണം. ഇവിടുത്തെ ഹിന്ദുക്കൾ വ്യക്തമായും ഗീത പഠിക്കുന്നുണ്ടോ? രാമായണം വായിക്കുന്നുണ്ടോ? മഹാഭാരതം വായിക്കുന്നുണ്ടോ? ഇവിടുത്തെ മുസ്ലിങ്ങൾ ഖുർആൻ വായിക്കുന്നുണ്ടോ? എത്ര ആളുകൾ വായിക്കുന്നുണ്ട്? നെഞ്ചിൽ കൈവച്ച് നാം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എത്ര ആളുകൾ അത് വായിക്കുന്നുണ്ട്? ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ബൈബിൾ എത്ര പ്രാവശ്യം വായിക്കുന്നുണ്ട്? കാണാൻ വേണ്ടിയല്ല, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും 10 വരികളെങ്കിലും ഈ മഹത് ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഖുർആനിലെ 10 വാചകമെങ്കിലും ദിവസേന വായിക്കാൻ കഴിഞ്ഞാൽ നാം ഈശ്വരനിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്രയും മഹത്താണ് അതിന്റെ സന്ദേശം. മനുഷ്യ ലോകത്തിന് നൽകിയ സന്ദേശം അത്രയും വിശിഷ്ടമാണ്. രാമായണത്തിലെയും ഭാരതത്തിലെയും കഥകൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഹിന്ദുക്കൾ ആലോചിക്കേണ്ടതാണ്. വായിക്കുന്നുണ്ടോ രാമായണം? വായിക്കുന്നുണ്ടോ ഭാരതം? വായിക്കുന്നുണ്ടോ ഗീത? വായിക്കുന്നുണ്ടോ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ? ഇല്ല എന്നതാണ്. ഇതാണ് സത്യം. നാം അവിടേക്കാണ് ഇത്തരത്തിലുള്ള ദിശയെപ്പോലുള്ള, ദിശ എക്സിബിഷനെ പോലുള്ള ഇവിടെ നടക്കുന്ന ചർച്ചകൾ മനുഷ്യരെ ആകർഷിക്കാൻ കഴിയുന്നത്, അവരെ പിടിച്ചുകൊണ്ടുവരാൻ കഴിയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആൻ എടുത്ത് വായിക്കാൻ തയ്യാറാകുമ്പോഴാണ് അതിന്റെ എല്ലാ പുറങ്ങളും വായിച്ചേ നിങ്ങൾക്ക് മടക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററെങ്കിലും വായിക്കാൻ നിങ്ങൾക്ക് കഴിയൂ. അതുപോലെ തന്നെയാണ് രാമായണത്തിലും ഭാരതത്തിലെയും കഥകൾ അത് തന്നെയാണ്. നമ്മൾ അതൊന്നും കാണുന്നില്ല. ഒരു വിശിഷ്ട ഗ്രന്ഥങ്ങളും തുറന്നു നോക്കാറില്ല. മലമാരിയിലുണ്ടായിരിക്കും, തുറന്നു നോക്കാറില്ല. അത് വായിക്കണം. വായിച്ചാൽ, മനസ്സിലാക്കിയാൽ, ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ നാം മനുഷ്യരായി മാറും. തീർച്ചയായും നന്മയിലേക്കുള്ളൊരു മാർഗം അത് തന്നെയാണ്. ഇവിടെ പറ്റിപ്പോയിട്ടുള്ളതും അതാണ് എന്നുള്ള കാര്യം അറിയണം. കുറേയൊക്കെ വിദ്യാഭ്യാസം ഇല്ലായ്മയുടെ ഭാഗം, കുറേയൊക്കെ നമ്മുടെ ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിക്കാത്ത കാര്യം, കുറേയൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളുടെ അലസമായ ഭാവം. പക്ഷെ ഇതിനൊക്കെ മാറ്റാൻ നമുക്ക് എങ്ങനെ കഴിയും? ആ ക്രിയയാണ് ഈ ഇത്തരം എക്സിബിഷനിൽ കൂടി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യം നാം അറിയണം. ഭൗതികമായ വളർച്ച മനുഷ്യന് ആവശ്യമാണ്. ഈ ജീവിതത്തിന്, ഈ പച്ചമണ്ണിൽ ചവിട്ടി നിൽക്കുന്ന മനുഷ്യന്റെ അവകാശങ്ങളെക്കുറിച്ച്, അവന്റെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച്, അവന്റെ വികസനത്തെക്കുറിച്ച് അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. പക്ഷെ അവന്റെ ആത്മീയമായ സംതൃപ്തി അവിടെ എത്താൻ കഴിയണമെങ്കിൽ ഭൗതികമായ ജീവിതത്തിന്റെ സംതൃപ്തിയിൽ കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഭൗതികമായ ജീവിതത്തിന്റെ നന്നാക്കിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഭരണഘടനയുണ്ട്, മഹനീയമായൊരു ഭരണഘടന. അതിനനുസരിച്ച് ഇവിടുത്തെ നമ്മുടെ മന്ത്രിമാരും ഭരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും? അവിടെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ലായ്മയല്ല, ഉള്ളതിനെ വളർത്തിയെടുക്കാനും ഉള്ളതിനെ മനസ്സിലാക്കാനും നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഭാരതത്തിന്റെ സന്ദേശം ലോകത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. രാവിലെ എണീറ്റ് നമ്മുടെ കാരണവന്മാരൊക്കെ രാവിലെ എണീറ്റ് പോയി കുളത്തിലോ പുഴയിലോ കുളിക്ക് ഈശ്വരനെ, സൂര്യനെ നോക്കിക്കൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ചൊല്ലുകയാണ്. എനിക്ക് സുഖത്തിന് വേണ്ടിയല്ല, സമസ്ത ലോകങ്ങൾക്കും. സമസ്ത ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല, നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ മണ്ണിനും നമ്മുടെ എല്ലാ ചരാചരങ്ങൾക്കും സുഖമുണ്ടാകട്ടെ എന്ന അതിമനോഹരമായ ധാർമ്മികമായ പ്രാർത്ഥന പാടിക്കൊണ്ട് നടന്നിരുന്ന ഒരു രാജ്യം
എങ്ങനെ മറന്നുപോയി? ഇന്ന് എത്ര ആളുകൾ അത്തരത്തിലുള്ള പ്രാർത്ഥന ചൊല്ലാൻ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ ഒരു അപഭ്രംശമാണ്. ഈ നീതിയിൽ നിന്നും ഈ വിശ്വാസത്തിൽ നിന്നും നമ്മൾ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. മദ്യത്തിന്റെ കാര്യം ഇവിടെ അധ്യക്ഷ പ്രസംഗം സുഖമായി പറയുകയുണ്ടായി. വളരെ വളരെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ ഒരു 40 വർഷമായിട്ട് പ്രസംഗിക്കുകയും എഴുതുകയും പുസ്തകമടിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ ഇപ്പോൾ ആ രംഗത്തൊരു നിരാശനായി നിൽക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവിടെ ഇത്രയൊക്കെ എല്ലാം ഉണ്ടായിട്ടും ഇന്നും മദ്യം നമ്മുടെ വീടുകളിൽ ഉറങ്ങിക്കിടക്കുകയാണ്. എന്താണ് മദ്യത്തിന്റെ വാല്യൂ? മദ്യത്തിന് വല്ല ഉപകാരമുണ്ടോ? മദ്യം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഫുഡ് വാല്യൂ ഉണ്ടോ? ഭക്ഷണത്തിന്റെ പ്രാധാന്യമുണ്ടോ? ഇല്ല എന്നത് നമുക്കൊക്കെ അറിയാം. 1 ഗ്രാം മദ്യത്തിൽ നിന്ന് 7.6 കലോറി ഊർജമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മനുഷ്യന് ആവശ്യമായ ഊർജം 3000-ഓളം കലോറി ഊർജം വേണം. അപ്പൊ മനുഷ്യന് പ്രവർത്തിക്കാൻ അത് പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ അശാസ്ത്രീയത നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന, മനുഷ്യന്റെ ബുദ്ധിയെ, മനുഷ്യന്റെ തലച്ചോറിനെ, മനുഷ്യന്റെ അവയവങ്ങളെ എല്ലാം നശിപ്പിക്കുന്ന ഒരു സാധനം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. യേശുദേവൻ അത് പാടില്ല എന്ന് പറഞ്ഞു, നബി തിരുമേനി അത് പാടില്ല എന്ന് പറഞ്ഞു, ഗീത അത് പാടില്ല എന്ന് ഉദ്ധരിച്ചു. ആരാണിത് കേൾക്കുന്നത്? കേരളീയർ, 3.25 കോടി കേരളീയർ 20,000 കോടി ഉറുപ്പികയുടെ മദ്യമാണ് ഒരു കൊല്ലത്തിൽ കഴിക്കുന്നത്. ഓർക്കേണ്ടതാണ്. ഒരു പെരുന്നാൾ വന്നാൽ, ഒരു ഉത്സവം വന്നാൽ, ഒരു ഓണം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യാറ്? എത്ര കോടി ഉറുപ്പിക? 110 കോടി ഉറുപ്പിക ഓണക്കാലത്ത് കേരളീയർ കുടിക്കുന്നു. കേരളം ഇന്ന് ലോകത്തിലെ വലിയ വലിയ ദുരന്തപൂർണമായ രോഗങ്ങൾ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ്. മുമ്പില്ലാത്ത മഹാമാരികൾ ഇന്ന് ജനങ്ങളെ പിടികൂടുകയാണ്. എന്താണ് കാരണം? ഇത്തരത്തിലുള്ള ഒരിക്കലും നമ്മുടെ മതഗ്രന്ഥങ്ങളോ നമ്മുടെ പുരോഹിതന്മാരോ നമ്മുടെ സന്യാസിമാരോ നമ്മുടെ ആത്മീയ ഗുരുക്കളോ മതം കഴിക്കണമെന്ന് ഉപദേശിച്ചിട്ടില്ല. നമ്മുടെ ഒറ്റ ഗ്രന്ഥങ്ങളിലും അതില്ല എന്ന കാര്യം പറയണം. പക്ഷെ മദ്യം ഇന്ന് നമ്മൾ ഏറ്റവും ആവശ്യമായി, പ്രസവം ഉണ്ടായാൽ, കല്യാണമുണ്ടായാൽ, അടിയന്തരമുണ്ടായാൽ, എന്തിന് മരണമുണ്ടായാൽ പോലും മദ്യമില്ലാത്ത വീടുകളില്ല എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈയിടെ ഉണ്ടായ ഒരു സർവേ റിപ്പോർട്ട് നമ്മുടെ സ്ത്രീകളിൽ മദ്യപാനത്തിന് അപ്പുറത്തായിരുന്നു. പക്ഷെ 32% ഭാരതത്തിലെ സ്ത്രീകൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തലമുറ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറയും നശിപ്പിക്കുന്നു മദ്യം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. നിരവധി മാരക രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, തലച്ചോറിന്റെ ക്യാൻസർ, വയറിലെ ക്യാൻസർ, അങ്ങനെ നിരവധി രോഗങ്ങൾ അതിന്റെ ഫലമായി ഇവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ അത് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞതാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന്. പക്ഷെ ആ സമുദായം ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു? ആ സമുദായത്തിലെ നേതാക്കൾ എവിടെ എത്തിയിരിക്കുന്നു? അവർക്ക് അത് പാടില്ല എന്ന് ഉറച്ചു നിന്ന് പറയാൻ ഇന്ന് കഴിയുമോ? ഞാൻ ഈ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഒരുപാട് ആളുകൾ എന്നെ വിമർശിച്ചുകൊണ്ട് കത്തെഴുതി. ഞാൻ ചോദിച്ചു, മദ്യം പാടില്ല, ഗുരുദേവൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന് ജാതി പാടില്ല, മറ്റൊന്നും മദ്യം പാടില്ല. 2 കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നെഗറ്റീവായിട്ട് അസർട്ട് ചെയ്തിട്ടുള്ളൂ. ആ 2 കാര്യങ്ങൾ, ഒന്ന് ജാതി പാടില്ല, 2 മദ്യം പാടില്ല. ഇന്ന് എത്ര ആളുകൾ, ഗുരുവിന്റെ സംഘടനയിലെ നേതാക്കൾ, പ്രവർത്തകന്മാർ ഇത് പാലിക്കുന്നുണ്ട്? അപ്പൊ നമ്മുടെ മതങ്ങൾ പറയാതെയല്ല, ഗ്രന്ഥങ്ങൾ നമ്മോട് ഉപദേശിക്കാതെയല്ല, മഹാന്മാരായ ത്യാഗവര്യന്മാർ നമ്മോട് പറയാത്തതല്ല, നാം ഇത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയുന്നില്ല. അത്രയും ഭീകരമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യസഞ്ചയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവരെ പിടിച്ചെടുത്ത് മനുഷ്യനാക്കാൻ കഴിയുമോ? അതാണ് ഇന്ന് അധ്യക്ഷൻ നമ്മളോട് ചോദിച്ചത്. അവൻ ഈ അധാർമികമായ ഈ കൃത്യത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റി നന്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ എന്ന ഉള്ള ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കെട്ടുന്നതാണ് ഇത്തരത്തിലുള്ള എക്സിബിഷനുകൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ വായന നമ്മൾ മുടക്കി. ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആലോചിക്കണം, ഈ മഹാപുരുഷന്മാർ, ഈ ഈശ്വരന്മാർ നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്, വായിച്ചു വളരാൻ ശ്രമിക്കുക എന്നാണ്. അത് നമ്മൾ ചെയ്യാൻ തയ്യാറല്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നമുക്ക് കഴിയണം, പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം, അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയണം. ഈ സംശയങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ഇസ്ലാം ഇന്ന് വളരെയധികം സംശയിക്കുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. എന്തിന് സംശയിക്കണം? എന്തിന് ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാവണം? ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മുസ്ലിം ജനതയുള്ള രാജ്യം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഭാരതമാണ്.
ഏറ്റവും അധികം ഭാരതീയ സംസ്കാരത്തിന് സംഭാവന ചെയ്ത ഒരു മതമാണ് ഇസ്ലാം എന്ന കാര്യം നാം അറിയണം. ഈ രാജ്യത്തിലെ 800 വർഷത്തോളം ഭരിച്ച ഒരു മതമാണ് ഇസ്ലാം എന്ന കാര്യം നാം അറിയണം. ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ രാജ്യം വളരുകയേ ഉണ്ടായിട്ടുള്ളൂ. ഈ രാജ്യം തകർന്നിട്ടില്ല. ചില സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ അതൊന്നും ഈ ഭാരതീയ സംസ്കാരത്തിന് പിടിച്ചു കുലുക്കിയിട്ടില്ല. ആ മതത്തിനെ എന്തിന് തെറ്റിദ്ധരിക്കാൻ പോകണം? അത് തെറ്റിദ്ധരിക്കുന്നത് അതിനെക്കുറിച്ച് അറിയാതെയാണ്. എന്താണ് ഇസ്ലാം കാണുന്നത്, എന്താണ് ഭാരതം കാണുന്നത്, എന്താണ് ഗീത കാണുന്നത്, എന്താണ് ബൈബിൾ കാണുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതെല്ലാം അവിടെയുണ്ട്. ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഖുർആനോട് ചോദിക്കാം. നിങ്ങളുടെ ഏത് വേദനയെക്കുറിച്ചും ഖുർആനോട് നിങ്ങൾക്ക് ചോദിക്കാം. ഏത് കഷ്ടമായ കാര്യങ്ങളിലും പരിഹാരം വേണമെങ്കിൽ ഖുർആനോട് ചോദിക്കാം. അത് തന്നെയാണ് ഗീതയും അതുപോലെ തന്നെ ബൈബിളും ഉള്ളത്. അപ്പൊ നിങ്ങളുടെ എല്ലാ വേദനകളെയും മാറ്റാൻ കഴിയുന്ന ഏറ്റവും വിശുദ്ധമായ ഒരു ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് തുറന്ന് വായിക്കുന്നില്ല? എന്തുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല? ഇന്ന് മദ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും ശക്തമായി പാടില്ല എന്ന് പറഞ്ഞത് നബി തിരുമേനിയാണ്. അതുപോലെ തന്നെ ക്രിസ്തുദേവൻ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് ക്രിസ്തുദേവൻ പറയുകയുണ്ടായി. ശ്രീകൃഷ്ണന്റെ കുടുംബം, ശ്രീകൃഷ്ണന്റെ കുടുംബം നശിച്ചത് ഈ മദ്യത്തിന്റെ ദുരന്തത്തിൽ കൂടിയാണ് എന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് സംഭവം. പക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്നില്ല. ഒരു വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ രാജ്യം ഇന്ന് തകരുകയാണ്. എങ്ങനെ ഭീകരന്മാർ കടന്നുകൂടി? എന്താണ് അവരുടെ ആവശ്യം? നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ രാജ്യത്തിൽ മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുന്നു, ഒരേ വീട്ടുകാരെ പോലെ ജീവിക്കുന്നു, ഒരേ സംസ്കാരം പകർന്ന് ജീവിക്കുന്നു. പുറമേ നിന്ന് വന്ന ഇസ്ലാമിന് കെട്ടിപ്പിടിച്ച പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത്. പുറമേ നിന്ന് വന്ന ക്രിസ്ത്യാനികളെ ഉമ്മവെച്ച പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത്. എവിടെ പോയി അതൊക്കെ? ആ പാരമ്പര്യം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. എല്ലാ മനുഷ്യരും ഒരമ്മയിൽ നിന്നും ഒരു അച്ഛനിൽ നിന്നും വന്നവരാണ്. അതാണ് ശരിയെങ്കിൽ സഹോദരനെ പോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? എല്ലാവരും നമ്മുടെ സഹോദരന്മാരല്ലേ? അവന്റെ വേദന, അവന്റെ ദുഃഖം, അവന്റെ വളർച്ച, അവന്റെ തകർച്ച എന്റെ വേദനയും എന്റെ ദുഃഖവുമായി എന്റെ തകർച്ചയുമായി കാണാൻ കഴിയുമോ? ശ്രീനാരായണ ഗുരു അത് ചോദിക്കുകയുണ്ടായി. പ്രിയം അപരന്റെ അതെൻപ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം. അവരെന്റെ പ്രിയമാണ് എന്റെ പ്രിയം, അവരെന്റെ സ്നേഹമാണ് എന്റെ സ്നേഹം, അവനെന്റെ വളർച്ചയാണ് എന്റെ വളർച്ച, അവരെന്റെ വേദന എന്റെ വേദനയാണ്, അവന്റെ ഉയർച്ച എന്റെ ഉയർച്ചയാണ്. ആലോചിക്കുക, എത്ര മഹത്തരമായ ആ ചിന്ത. അന്യ വീട്ടുകാരൻ, അന്യ മതക്കാരൻ, അന്യ രാജ്യക്കാരൻ നിന്റെ സഹോദരനാണ്. അവനെ സഹായിക്കേണ്ടത്, അവനെ വളർത്തേണ്ടത്, അവനൊന്നിക്കേണ്ടത്, ഒരു കൂട്ടായ്മയിലെത്തേണ്ടത്, അവനെ നന്മയിൽ നയിക്കേണ്ടത് നീയാണ്. നിന്റെ മനസ്സാണ്, നിന്റെ പ്രവൃത്തിയാണ്. ഇവിടെയാണ് കാര്യം അറിയാത്തവരും ഉണ്ട്. പക്ഷേ അറിഞ്ഞവർ ഇതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ദുഃഖകരമായ ഒരു കാര്യം. ഇവിടെ നമ്മളെല്ലാം ഒരു കുടുംബക്കാരാണ്, ഒരു അച്ഛന്റെ മക്കളാണ്, ഒരു അമ്മയുടെ മക്കളാണ്. ആ സാഹോദര്യത്തിന്റെ അതിമനോഹരമായ പശ്ചാത്തലത്തിൽ ജീവിതത്തിന്റെ ക്രിയകൾ പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ ഐക്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഒരു വർഷം ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് ചിന്തിച്ചത്, എഴുതിയത് എന്ന കാര്യം നാം അറിയണം. ഈ അദ്ദേഹത്തിന്റെ അവസാനം എഴുതിയ കത്തുകളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും ചിന്തിച്ചപ്പോഴാണ് സർവധർമ്മ സമഭാവം എന്ന എല്ലാ മതങ്ങളുടെയും ധർമ്മം ഒന്നാണ് എന്നും അതെല്ലാം ഒരുമിച്ച് ജീവിക്കണം, കൂട്ടായ്മയിൽ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ഒരുപാട് ലേഖനങ്ങളും ഒരുപാട് സംഭാഷണങ്ങളും ജീവിതത്തിന്റെ അവസാനത്തെ ഒരു കൊല്ലം ചെയ്തു എന്ന കാര്യം നാം അറിയണം. വരാൻ പോകുന്ന ഭാരതത്തിന്റെ സ്ഥിതികളെ, ലോകത്തിന്റെ സ്ഥിതികളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഗാന്ധിജി അത് പറഞ്ഞത്, അത് പ്രവചിച്ചത് എന്നുള്ളത് സത്യമാണ്. എല്ലാവരും ഈ രാജ്യത്തിന്റെ മക്കളാണ്, എല്ലാവരും ഈ രാജ്യത്തിന്റെ പ്രജകളാണ്, എല്ലാവരും ഈ രാജ്യത്ത് ജീവിക്കേണ്ടവരാണ്. അവരവരുടെ അവകാശങ്ങൾ നാം സാധിച്ചു കൊടുക്കാൻ തയ്യാറാവുക, അവരുടെ ആവശ്യങ്ങൾ സാധിക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ മനുഷ്യനെ ഭരണവുമായി അടുപ്പിക്കുകയും ഭരണം ഈ ജീവിതത്തിനെ വളർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. പക്ഷെ അതെല്ലാം ഇന്ന് പുസ്തകങ്ങളിലും പ്രാർത്ഥനകളിലും മാത്രം ഒതുങ്ങിക്കഴിയുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിനെക്കുറിച്ച് അധ്യക്ഷൻ സൂചിപ്പിക്കുന്നതായി മനോഹരമായ ഒരു പൂവാടിയാണ് എന്ന്. ശരിയാണ്, അതിമനോഹരമായ ഒരു സങ്കല്പമാണ്. കുമാരനാശാൻ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ ഈ കാര്യം വളരെയധികം സൂചിപ്പിച്ചതായി ഞാൻ ഓർക്കുകയാണ്. തുല്യമായി
സർവസുമവും തലോടി മണമാർന്നിതാ പ്രഭാതവായു പോകുന്നു. പോവിൻ നിങ്ങളതേ വഴി. തുല്യമായി സർവസുമവും തലോടി. ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു പൂവാടിയിലെ പൂക്കളാണ്. ഈ പൂക്കളെ തുല്യമായി തലോടിക്കൊണ്ടാണ് അങ്ങനെ കാറ്റ് കടന്നു പോകുന്നത്. ഈശ്വരൻ അങ്ങനെയാണ്, അല്ലാഹു അങ്ങനെയാണ്. എല്ലാ മനുഷ്യരെയും തലോടിക്കൊണ്ട് അവന്റെ എല്ലാ ഹൃദയവും തന്നിലേക്ക് അർപ്പിച്ചുകൊണ്ട് അവന്റെ എല്ലാ വേദനകളും ഏറ്റെടുത്തുകൊണ്ട് മോചനത്തിന്റെ പാതയിലേക്ക്, നന്മയുടെ പാതയിലേക്ക് അല്ലാഹു എത്തിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ഉള്ള മനുഷ്യനെ, അത് അത്തരത്തിലുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ള മനുഷ്യനെ കണ്ടെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ ലോകത്തിന്റെ മുമ്പിൽ പറയാനുള്ള മഹാത്മാക്കൾക്കൊക്കെ പറയാനുള്ള അതാണ്. നമ്മുടെ ഗ്രന്ഥങ്ങൾക്കും നമ്മുടെ കൃതികൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും അതാണ് പറയാനുള്ളത് എന്ന കാര്യം നാം അറിയണം. ഇപ്പോ ഈ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് ഈ മതഭീകരന്മാർ, മറുഭാഗത്ത് നക്സലേറ്റുകളും അതുപോലെ തന്നെ മാവോവാദികളും ഭാരതത്തിന്റെ ഹൃദയം പിടയ്ക്കുകയാണ്. ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യനും ഇന്ന് കണ്ടടച്ചുറങ്ങാറില്ല. വർഷത്തിൽ വരുന്ന വാർത്തകൾ, ആരാണ് മരിക്കുന്നത്? ബീഹാറിൽ മരിച്ചാൽ, ഡൽഹിയിൽ മരിച്ചാൽ എന്റെ ബന്ധുവാണ്, എന്റെ സഹോദരനാണ്, എന്റെ സഹോദരിയാണ് എന്ന് വേദനിക്കാൻ എനിക്ക് കഴിയുമോ? ഇതാണ് ഭാരതീയനോടും ലോകത്തിലെ ആളുകളോടും നമുക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ നക്സലിസത്തിന്റെ ഭാഷയിൽ, മാവോയിസത്തിന്റെ ഭാഷയിൽ, മതവർഗീയതയുടെ ഭാഷയിൽ ഇത്തരത്തിലുള്ള വൈതാളികന്മാർ, കാട്ടാളന്മാർ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, എന്തിന് സ്വകാര്യ ജീവിതത്തിലേക്കും കടന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ ഒരു ഇരുട്ടിന്റെ യുഗം ഇവിടെ നിൽക്കുകയാണ്. നാമെല്ലാം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ലോകത്തുള്ളത്. അവിടെ മനുഷ്യന് ശാന്തിയും സമാധാനവും നൽകാൻ കഴിയുന്ന നമ്മുടെ പുണ്യഗ്രന്ഥങ്ങൾ, പുണ്യാത്മാക്കൾ, അവരെ സ്മരിക്കുകയും അവരെ മനസ്സിലാക്കുകയും അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കൃത്യങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയൂ. ഹിന്ദു ഒരു നല്ല ഹിന്ദു ആവാൻ ശ്രമിക്കുക. രാമായണവും ഭാരതവും ഗീതയും നൽകുന്ന ആ സൗകര്യങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല ഹിന്ദു ആവാൻ ഹിന്ദുക്കൾ തയ്യാറാവുക. അതുപോലെ തന്നെ പ്രബുദ്ധമായ മനുഷ്യസ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ പ്രതീകമായ നബിതിരുമേനിയുടെ വചനങ്ങൾ ഖുർആനിൽ കൂടി പഠിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവുക. അതുപോലെ തന്നെ ബൈബിൾ എന്ന ഗ്രന്ഥം, മഹത്തായ ഗ്രന്ഥം കയ്യിലെടുത്ത് ക്രിസ്തുദേവൻ കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കാൻ ക്രിസ്ത്യാനികൾ തയ്യാറാവുക. ബുദ്ധന്റെ സന്ദേശങ്ങൾ, സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ, അഹിംസയുടെ സന്ദേശങ്ങൾ ബുദ്ധ ഗ്രന്ഥങ്ങളിൽ കൂടി വായിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക. അങ്ങനെ നമുക്ക് ഹൃദയം തുറന്നു വെച്ചുകൊണ്ട്, ആരെയും വേദനിപ്പിക്കാതെ, എല്ലാവരെയും അടുപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും ഒന്നാക്കി തീർത്തുകൊണ്ട്, ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ മനുഷ്യനുമായി ഒത്തുചേരാൻ, സ്നേഹിക്കാൻ, സഹകരിക്കാൻ തയ്യാറായാൽ ഈ രാജ്യത്ത് സ്വർഗത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ മനുഷ്യന്റെ ഐക്യമാണ്, മനുഷ്യന്റെ കൂട്ടായ്മയാണ്, മനുഷ്യന്റെ സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ അതിമനോഹരമായ സാന്ദ്രമായ ഭാവങ്ങളാണ് നമുക്കിന്ന് ആവശ്യം. അത് നൽകാൻ ഇത്തരത്തിലുള്ള ദിശകളെ, എക്സിബിഷനെ പോലുള്ള എക്സിബിഷനുകളും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും സംവാദങ്ങളും നമ്മൾ നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് സംഘടിപ്പിച്ച, ഇത്രയും മനോഹരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ സംഘാടകരെ, കാലത്തിന്റെ വിളികൾ നിങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.